പാലക്കാട് പനയമ്പാടത്ത് അപകടത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കൈമാറി ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS. സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ടാണ് കൈമാറിയത്. 4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകടത്തെ തുടർന്ന് വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IASന് കൈമാറി. മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എന്നിവരാണ് പരിശോധന നടത്തിയത്. റിപ്പോർട്ട് മന്ത്രിതല ചർച്ചയ്ക്കായി സമർപ്പിക്കും. ഹ്രസ്വകാല ശുപാർശകൾക്കൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു. അപകട വളവിൽ താൽക്കാലിക മീഡിയൻ സ്ഥാപിക്കണം. വളവിനടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ വാഹന പാർക്കിംഗ് പാതയുടെ മറുവശത്തേക്ക് മാറ്റണം. ഘർഷണം കൂട്ടാൻ പാത പരുക്കനാക്കണം. പാതയുടെ നടുക്ക് വാഹനങ്ങൾക്ക് അതിരറിയാൻ കൂടുതൽ മുന്നറിയിപ്പ് സംവിധാനം വേണം. ചുവന്ന സിഗ്നൽ, ഫ്ലാഷ് ലൈറ്റുകൾ, വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ, പാതയ്ക്കിരുഭാഗത്തും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണം എന്നിവയാണ് റിപ്പോർട്ടിലെ ഹ്രസ്വകാല ശുപാർശകൾ. അപകട വളവിൽ സ്ഥിരം മീഡിയൻ സ്ഥാപിക്കണം. വളവ് നികത്തണം. നിലവിലെ ടാറിംഗ് മാറ്റി വാഹനങ്ങൾ തെന്നിമാറാതിരിക്കാൻ സാങ്കേതികത കൊണ്ടുവരണം. റോഡിന്റെ നിർമ്മാണ പുനഃക്രമീകരണത്തിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കണം. നിർമ്മാണ പൂർത്തീകരണം വരെ ഈ സംഘം മേൽനോട്ടം വഹിക്കണം. റോഡിന്റെ ഇരുഭാഗത്തും ഓടകൾ നിർമ്മിക്കണം എന്നിവയാണ് റിപ്പോർട്ടിലെ ദീർഘകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ. പാലക്കാട് കോഴിക്കോട് പാതയിലെ മുണ്ടൂർ ജംഗ്ഷൻ, അയ്യപ്പൻകാവ് മേഖലകളിലെടുക്കേണ്ട നടപടികളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റോഡിന്റെ അപകടാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.